പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരിസ്മ പെന്തക്കോസ്ത അഭിഷേക ധ്യാനം 3-ാം ദിനം. ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിക്കപ്പെടുക പെന്തക്കോസ്ത അനുഭവത്തിന് അനിവാര്യം. ഉത്ഥാന രാത്രിയിൽ ശിഷ്യന്മാർക്കുണ്ടായ ആദ്യ പെന്തക്കോസ്ത അനുഭവം പൂർണ്ണത പ്രാപിക്കേണ്ടിയിരുന്നത് സെഹിയോൻ മാളികയിൽ നടക്കാനിരുന്ന പെന്തക്കോസ്ത അഭിഷേകത്തിലായിരുന്നു. ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് അതിനുവേണ്ടി കാര്യക്ഷമമായ തയ്യാറെടുപ്പ് ആവശ്യമുണ്ടായിരുന്നു. അതിനാലാണ് ഉദ്ധിതനായ യേശു 40 ദിവസം അവർക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷനായതും അവരെ പഠിപ്പിച്ചതും. ആ നാളുകളിൽ യേശു എന്താണ് പ്രത്യേകമായി ചെയ്തതെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 3-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പീഡാസഹനത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ സന്നിഹിതനായി ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചു. 3 വർഷം നീണ്ട പരസ്യജീവിതകാലം മുഴുവനും ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചിട്ടും മതിയാകാഞ്ഞാൽ എന്ന വിധം അത് പ്രഘോഷിക്കാൻ മരണശേഷവും 40 ദിവസം യേശു തയ്യാറായി. എന്തുകൊണ്ട്? ദൈവരാജ്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായാൽ ഇതിനുത്തരം ലഭിക്കും. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 14-17 നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള ആനന്ദവുമാണ്. ദൈവത്തിൻ്റെ മനുഷ്യ ഹൃദയങ്ങളിലുള്ള ഭരണത്തെയാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു സ്ഥലത്തെയല്ല. പരിശുദ്ധാത്മാവ് ആരുടെ ഉള്ളിൽ നിറയുന്നുവോ അവരുടെ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ഭരണം സംസ്ഥാപിതമാകുന്നത്. അപ്പോൾ പീഡാനുഭവത്തിന് ശേഷം 40 ദിവസം ദൈവരാജ്യത്തെപ്പറ്റി യേശു ശിഷ്യരെ പഠിപ്പിച്ചു എന്നതിൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള നിരന്തരവും സമഗ്രവുമായ പ്രബോധനങ്ങളിലൂടെ സെഹിയോൻ മാളികയിൽ നടക്കാനിരുന്ന മഹാ ആത്മാഭിഷേകത്തിന് യേശു അവരെ ഒരുക്കി എന്നാണ്. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള യേശുവിൻ്റെ അന്ത്യ അത്താഴ പ്രബോധനം അവസാനിക്കുന്നത് എങ്ങനെയെന്നും ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ആവശ്യകത കൂടുതൽ വ്യക്തമാകും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യവും 12 മുതൽ 13 വരെയുള്ള വാക്യവും. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവരെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ കുറ്റപ്പെടുത്തും. ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത്. ഉദ്ധാന ദിനം പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ പങ്ക് ശിഷ്യന്മാർക്ക് ലഭിച്ചതിനാൽ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പൂർണ്ണ സത്യത്തിലേക്ക് വരുവാൻ എളുപ്പമായി. ആ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് യേശു ഉദ്ധാനശേഷം 40 ദിനങ്ങൾ തുടർച്ചയായി പരിശുദ്ധാത്മാവിനെ പറ്റി അവരെ പഠിപ്പിച്ചത്. വാസ്തവത്തിൽ യേശു 40 ദിവസം നീണ്ട ഒരു പെന്തക്കോസ്ത അനുഭവ ധ്യാനം തന്നെ അവർക്ക് വേണ്ടി നടത്തുകയായിരുന്നു. ഈ കരിസ്മ പെന്തക്കോസ്ത അഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നാമും അതുതന്നെയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതെ. യേശുവിൽ തുടർച്ചയായ തിരുസഭയാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള യേശുവിൻ്റെ പ്രബോധനം ഇന്ന് നമുക്ക് കൈമാറുന്നത്. മതബോധന ഗ്രന്ഥം 683 മുതൽ 747 വരെയുള്ള ഖണ്ഡികകളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. 3 പ്രധാന ആശയങ്ങളിലായി അവ സംഗ്രഹിക്കാം. 1,
പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും സമസത്തയുള്ളവനാണ് പരിശുദ്ധാത്മാവ് എന്നതിനാൽ അവിടുന്ന് ദൈവമാണ്. അതിനാൽ പിതാവിനോടും പുത്രനോടും ഒപ്പം അവിടുന്ന് ആരാധിക്കപ്പെടണം. 2, യേശു ക്രിസ്തുവിനോടൊപ്പം മാനവ പരിത്രാണത്തിൽ പരിശുദ്ധാത്മാവും തുല്യവും സജീവവുമായി പങ്ക് വഹിച്ചു. അതിനാൽ നമ്മുടെ രക്ഷയ്ക്ക് പരിശുദ്ധാത്മാവിനോട് നാം കടപ്പെട്ടിരിക്കുന്നു. 3, യേശുവിന് പകരക്കാരനായി വന്ന ആൾ എന്ന നിലയ്ക്ക് പരിശുദ്ധാത്മാവാണ് സഭയിലും ലോകത്തിലും ഇന്ന് കൂടുതൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ അവിടുത്തോടുള്ള വ്യക്തിബന്ധത്തിലും ഭക്തിയിലും വളരുകയും അവിടുത്തെ സന്തത സഹചാരിയാക്കി കൊണ്ടു നടന്ന് വിശ്വാസിയെ നയിക്കാൻ നാം ശ്രദ്ധിക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തുതി. നമുക്ക് ദീപികാരണനാഥന്റെ സന്നദ്ധിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി ഉത്ഥാനശേഷം 40 ദിനങ്ങൾ ശിഷ്യന്മാരുടെ ഇടയിൽ സന്നിഹിതനായ ഈശോയെ ഈ ദിവ്യകാരുണ്യത്തിൽ അങ്ങ് തന്നെയാണ് സത്യമായും ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് വിശ്വസിച്ച് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. അന്ന് ശിഷ്യന്മാരെ ദൈവരാജ്യത്തെ പറ്റി അങ്ങ് പഠിപ്പിച്ചതുപോലെ ഇന്ന് ഞങ്ങളെയും പഠിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവാണ് അങ്ങയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ നയിക്കേണ്ടത് എന്നതാണ് അവിടുത്തെ ആഗ്രഹം. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ ജീവിതത്തിന്റെ ഭരണകർത്താവായും സകലത്തിൻ്റെയും അധികാരിയായും വിശ്വസിച്ച് സ്വീകരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. ഈശോയെ, പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഞങ്ങളുടെ ജ്ഞാനം ആഴപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനുള്ള ഞങ്ങളെ സ്നേഹബന്ധം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, അങ്ങയുടെ പിതാവിനെയും സ്നേഹിച്ച് ആരാധിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, അങ്ങയുടെ ആത്മാവിൻ്റെ സഹായത്താൽ ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ പെടാതെ അങ്ങയുടെ പിതാവിനോടും അങ്ങയോടും വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന വിശ്വാസവും ഞങ്ങളിപ്പോഴും ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി പെന്തക്കോസ്ത് തിരുനാൾ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളെല്ലാം നാഥ ഞങ്ങളെ അനുസ്യൂതം പഠിപ്പിച്ചുകൊണ്ടിരിക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിരക്ഷര കുട്ടികളായ സ്ത്രീഹന്മാരെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള അഗാധ ജ്ഞാനത്താൽ നിറച്ച നാഥ, ഞങ്ങളുടെ ബുദ്ധിയും അങ്ങയുടെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. ദൈവാത്മാവിനെ പറ്റി ഞങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഈ നാളുകളിൽ തുടർച്ചയായി വായിച്ച് ദൈവാത്മാവിനെ പറ്റി അവിടുത്തെ പ്രവർത്തന രീതികളെ പറ്റിയും കൂടി ഞങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾക്ക് ദാഹം നൽകണമേ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. കർത്താവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.
പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.